ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതിനുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടാത്തതെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നമുക്കൊരു സ്മാർട്ട് ഫോൺ വേണം, ജിമെയിൽ ഐ ഡി വേണം. അതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ചാനൽ നമ്മൾ തുടങ്ങുന്നത്. അതിന് ഒരു പേര് നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ നമ്മൾ മുന്നോട്ട് തന്നെ നമ്മൾ ചെയ്യുക, അതാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ടാണ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്. നമ്മുടെ ഹസ്ബൻഡിൻ്റെയും വീട്ടുകാരുടെയും നമ്മുടെ വീട്ടുകാരുടെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒന്നിനും പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, നോക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിലും വലിയ വേറെ ഒന്നുമില്ല നമുക്ക്. അത് നമുക്ക് എന്തായാലും അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും നമുക്കത് വേണം. ആ സപ്പോർട്ട് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വേണം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് വരുന്ന കമൻറ്റ് നല്ലത് വരാം, മോശപ്പെട്ടൊക്കെ വരാം. നമ്മളത് കണ്ടിട്ട് ഒരിക്കലും തളർന്നു പോകാതിരിക്കുക. കാരണം ഒരുപാട് കമൻറ്റുകൾ നല്ലത് കുറച്ച് വരും, പിന്നെ നമുക്ക് നമ്മുടെ മനസ്സ് തളർത്തി കളയുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വരും. പക്ഷെ നമ്മളത് കണ്ടിട്ടൊന്നും നമ്മൾ വീരാതിരിക്കുക. കാരണം നമ്മളത് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോയി നമുക്ക് ഇതെന്നല്ല, നമുക്ക് ഏതൊരു കാര്യം നമുക്ക് വിജയത്തിലെത്തിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആദ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള പോരായ്മകളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് വ്യൂസ് ഉണ്ടായിരിക്കത്തില്ല, ലൈക്ക് ഉണ്ടായിരിക്കത്തില്ല, സബ് കയറത്തില്ല, അങ്ങനെയുള്ളൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കുണ്ടാകും. പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ വിഷമിക്കുകയും ചെയ്യരുത്. നമുക്കുള്ളത് എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. പിന്നെ നമുക്ക് ആത്മവിശ്വാസം നമുക്ക് എന്തായാലും വേണം. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിലെനിക്ക് വിജയം ഉണ്ടാകും, ഇത് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ചിന്താഗതി വെച്ചിട്ട് വേണം നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ പുറപ്പെടാനായിട്ടും. അപ്പോൾ നമുക്ക് വിജയം ഉണ്ടാവും. നമ്മൾ ഏതൊരു കാര്യത്തിന് നമുക്ക് വിജയിക്കാൻ പറ്റുമോ, ഇത് എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇത് വേണ്ട എന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് തുടങ്ങും. അതിനകത്ത് നമ്മൾ വിജയം കണ്ടെത്താം, ഇത് വേണ്ട മറ്റത്, അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എങ്ങും എത്തത്തില്ല. ഏതൊരു കാര്യം നമ്മൾ ആദ്യം നല്ലതുപോലെ ആലോചിച്ച് ഇതാണ് എനിക്ക് പറ്റിയ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ടുള്ള ഊർജ്ജത നമ്മൾ അതിനകത്ത് പുലർത്തുക. അപ്പോൾ നമുക്ക് അതിനകത്തൊരു വിജയം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ കമൻറ്റുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സ് തളരാതിരിക്കുക. കാരണം അതിൽ വരുന്ന കമൻറ്റുകളൊക്കെ കണ്ടാൽ തന്നെ വിചാരിക്കും നമുക്കിനി ഇത് വേണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിജയത്തിനെത്താൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞ് ഇപ്പം തന്നെ 1 വിജയത്തിൽ ഇരിക്കുന്നവർ തന്നെ അവർ ഒരുപാട് ഇതേപോലെ ബാഡ് കമൻറ്റൊക്കെ കണ്ടും കേട്ടും ഒക്കെ അവരവരുടെ വഴിക്ക് പോയി. അതൊക്കെ അവിടെ കളഞ്ഞു. ആ പറഞ്ഞവരിപ്പോൾ അവിടെ തന്നെ ഇപ്പോഴും മറ്റുള്ളവരെ പറഞ്ഞിരിക്കുന്നു. അവർക്ക് എവിടെ എത്താൻ പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരത് മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് അവരവരുടെ ലക്ഷ്യത്തിൽ പോയത് കൊണ്ട് ഇന്ന് അവരുടെ ലക്ഷ്യത്തിലെത്തിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റി. പക്ഷെ അന്ന് അവർ ഇതുപോലത്തെ ബാഡ് കമൻറ്റൊക്കെ കേട്ടായിരുന്നെങ്കിൽ ഇന്ന് അവരെങ്ങും എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് കമൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ മാറ്റിക്കളാം. ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കാണാൻ അതിനകത്തോട്ട് ഒരുപാട് കമൻറ്റ്. പക്ഷെ ഇപ്പോൾ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ എന്നെ അറിയുന്നവരായിരിക്കാം എനിക്ക് കമൻറ്റ് ഇടുന്നത്. ഇപ്പോൾ എന്നെ അറിയാത്തവരായിരിക്കും. ആരായാലും നമുക്കൊരു വിഷയമില്ല, അത് അവിടെ കിടന്നോട്ടെ, നമ്മളത് നോക്കേണ്ട കാര്യമില്ല. അവർക്ക് പറയാനുള്ളത് അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞ് നമ്മുടെ മുന്നോട്ട് നമ്മൾ പോവുക. പിന്നെ നമുക്ക് വേണ്ടുന്നൊരു ക്ഷമ. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മളൊരു എന്താണെങ്കിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വിജയം കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആകെപ്പാട് വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നുള്ള നമുക്ക് ആ ചിന്താഗതി നമുക്ക് വേണ്ട. ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്കത് കിട്ടും. അപ്പോൾ നമ്മൾ ക്ഷമിക്കുക. ഈ യൂട്യൂബിലെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷമ വേണം.
ചിലവർക്ക് പെട്ടെന്ന് റീച്ചായി കയറി ഒക്കെ അതങ്ങനെയൊക്കെ പോകും. ചിലർക്ക് ഭയങ്കര താമസമായിരിക്കും. ചിലപ്പോൾ 1 വർഷം എടുക്കും, ചിലപ്പോൾ 2 വർഷം എടുക്കും, ചിലപ്പോൾ 3 വർഷം എടുക്കും. അത് നമ്മുടെ എന്താണ് ശ്രമം പോലെ ഇരിക്കും. നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ തന്നെ നമുക്ക് കിട്ടിയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമ അത് നമുക്ക് എന്തായാലും വേണം. അത് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മുടെ വിജയം നമുക്ക് എന്തായാലും എതൊക്കെയാണെങ്കിൽ നമുക്കത് കൈവരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട എന്തൊക്കെയാണ്? നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് വേണം. പിന്നെ നമ്മൾ കമൻറ്റുകൾക്ക് നമ്മൾ പ്രാധാന്യം നമ്മൾ കൊടുക്കാതിരിക്കുക. നമ്മുടെ വീഡിയോകൾ നമ്മൾ പിന്നെ എന്താണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമുക്ക് അവരവരെ കൊണ്ട് കഴിവുള്ള രീതിയിൽ നമുക്ക് ഓരോ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കഴിവനുസരിച്ച് എനിക്കിതൊക്കെ തന്നെ ചെയ്യുമ്പോഴത് ഇതിപ്പം ഇതിനെക്കാട്ടി നല്ല രീതി പറഞ്ഞു തരാൻ അറിയുന്നവരുണ്ട്. ഇതിപ്പോൾ എൻ്റെ അറിവനുസരിച്ചിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. കമൻറ്റുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് നമുക്ക് വേണം. പിന്നെ വീഡിയോസ് ഇടുന്നതിനുള്ള നമുക്കൊരു ധൈര്യം വേണം. പിന്നെ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക വേണം. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനൊരു അലസതയില്ലാതെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. കാരണം നമ്മളൊരു അലസത വന്നു കഴിഞ്ഞാൽ പിന്നെ അതവിടെ തീർന്നു. പിന്നെ നമുക്ക് ഭയങ്കര മടിയും പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഊർജ്ജത്തോടെ തന്നെ നമ്മുടെ ചാനലിൽ നമുക്ക് മുന്നോട്ട് രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു വിചാരണത്തിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഇടാനും പിന്നെ ഒരു ദിവസം തന്നെ നമ്മൾ മുടങ്ങാതെ തന്നെ എന്തെങ്കിലും ഒരു വീഡിയോസ് ആക്കി ഇടുക. അല്ലെങ്കിൽ ഷോർട്സ് ഇടുക. ഷോർട്സ് ഇടാൻ പറ്റില്ലെങ്കിൽ ലോങ് വീഡിയോ ഇടുക. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഷോർട്സ് വീഡിയോ ആണ് എല്ലാവരും ചെയ്തിടുക. അതാണ് എല്ലാവർക്കും ഏറ്റവും എളുപ്പം തന്നെ. അപ്പോൾ പിന്നെ അത് നമ്മൾ ചെയ്തിടുക. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിലും വിജയിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒപ്പം ഓരോരുത്തർ വരാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പം ഞങ്ങൾക്കും തുടങ്ങണം യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ അവർക്കുള്ള പ്രോത്സാഹനം നമ്മൾ കൊടുക്കുക. നമ്മൾ അവരെ നിരാശപ്പെടുത്തരുത്. ഞാനും കുറേ നാളെ തുടങ്ങിയിട്ട് എനിക്കും ഒന്നും കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ പറയരുത്. ഒരിക്കലും നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ എത്ര പേര് ചോദിച്ചിട്ടപ്പോൾ അവരെ ഞാനൊന്നും നിരാശപ്പെടുത്തിയിട്ടില്ല. ഞാൻ സപ്പോർട്ടാണ് അവർക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെയ്തുകൊണ്ടിരിക്കുക, മുടങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്കും സപ്പോർട്ട്. കാരണം ഇന്നലെ നാളെ നമുക്കൊരു വിജയം അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ യൂട്യൂബിനകത്ത് വരുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് നമ്മൾ നോക്കി ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കണ്ടൻറ്റിൽ മാത്രം നമുക്ക് ചെയ്യാം. അതിനകത്ത് നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. നമ്മുടെ കണ്ടൻറ്റുകൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ചെയ്തിടാം. മറ്റുള്ളവരുടെ കണ്ടൻറ്റൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട്. നമുക്കിഷ്ടമുള്ളത് നമ്മുടെ രീതിക്ക് നമ്മുടെ പരിമിതിക്കുള്ളതനുസരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുക. പിന്നെ നമ്മൾ പ്രാധാന്യമായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ വിഷമിക്കാതെ മുന്നോട്ട് തന്നെ നമ്മൾ വെച്ച കാലം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക എന്നാണ് ഏറ്റവും വലുത്. പിന്നെ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് ചെന്ന് കയറാൻ പറ്റും. കാരണം നമുക്ക് അത്ര ഒരു ആത്മധൈര്യമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അതുകൊണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. വലിയ കാര്യങ്ങൾ പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വിജയം നമുക്ക് എന്തായാലും നമുക്ക് കൈവരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും